PPE കിറ്റ് സംബന്ധിച്ച CAG റിപ്പോർട്ടാണല്ലോ കുറച്ചു ദിവസമായി മാധ്യമങ്ങളിലും നിയമസഭയിലുമൊക്കെ വലിയ ചർച്ച. കോവിഡ് കാലത്തെ തീവട്ടിക്കൊള്ള എന്നൊക്കെയാണ് ആരോപണം. എന്താണ് ശരിക്കും PPE കിറ്റ് വാങ്ങുന്നതിൽ കേരളം ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ രോഗബാധ കണ്ടെത്തിയത് 2020 ജനുവരി 30 കേരളത്തിലാണ്. കേരളം അതീവ ജാഗ്രതയിലായി. മാർച്ച് 24 രാജ്യമാസകലം ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ ആവട്ടെ എല്ലാ സംസ്ഥാന സർക്കാരുകളും PPE കിറ്റുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റ് അത്യാവശ്യ സാമഗ്രികൾ തുടങ്ങിയവ അടിയന്തരമായി വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെന്ന് സർക്കുലർ ഇറക്കി. ഇത്തരത്തിൽ ഒരു ശേഖരം ഉണ്ടാക്കുന്നതിന് ഓരോ തവണയും ധനവകുപ്പിൽ വരേണ്ടതില്ലെന്നും ഇതിനായി രൂപീകരിച്ച എമർജൻസി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ലഭ്യമായ ഇടങ്ങളിൽ നിന്നും നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങുന്നതിന് അനുവാദവും നൽകി. മഹാമാരി തുടങ്ങിയ ശേഷം ലോകമെമ്പാടും PPE കിറ്റുകൾക്ക് ദൗർലഭ്യമുണ്ടായി. കമ്പനികൾ വില കുത്തനെ കൂട്ടുകയും ചെയ്തു. അവസരം മുതലാക്കി ഗുണനിലവാരമില്ലാത്ത കിറ്റുകൾ വിപണിയിൽ സുലഭമാവുകയും ചെയ്തു. വിലക്കുറവിൽ ഗുണനിലവാരമില്ലാത്ത PPE കിറ്റ് വാങ്ങണോ അതോ ഗുണമുള്ളവ കൂടിയ വില നൽകി വാങ്ങണോ എന്ന ചർച്ചയുയർന്നു. മുഖ്യമന്ത്രി, വിവിധ വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അടങ്ങുന്ന കോർ കമ്മിറ്റിയിൽ നിലവാരമുള്ളവ വാങ്ങാൻ തീരുമാനിച്ചു. 50,000 കിറ്റുകൾക്ക് സാൻ ഫാർമയ്ക്ക് ഓർഡർ നൽകിയത് 15,000 എണ്ണം വാങ്ങി. പിന്നീട് വിപണിയിൽ വില കുറഞ്ഞതോടെ 35,000 കിറ്റുകളുടെ ഓർഡർ റദ്ദാക്കി ആ വിലയിൽ വാങ്ങി. ഇതിന്റെയൊക്കെ ഫലം എന്തായി എന്നും കൂടി പറയാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം 1600 ഡോക്ടർമാർ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ മരണമടഞ്ഞപ്പോൾ കേരളത്തിലെ മരണം 7 മാത്രം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ കോവിഡ് മരണങ്ങൾ ഏതാണ്ട് 50 ലക്ഷമാണ്. ലോകത്തുണ്ടായ അധിക മരണത്തിൽ 1/3 ഇന്ത്യയിലായിരുന്നു. തെരഞ്ഞെടുപ്പും മറ്റു സമരങ്ങളെല്ലാം മൂലം വ്യാപനത്തിൽ റെക്കോർഡ് വർധനവ് ഉണ്ടായിട്ടും കേരളത്തിലാണ് മരണനിരക്ക് ഏറ്റവും കുറവ്. ഇന്ത്യയിൽ പൊതുവിൽ അധിക മരണം ഔദ്യോഗിക കണക്കിന്റെ 10 ഇരട്ടിയാണെങ്കിൽ കേരളത്തിൽ അത് 0.6 മടങ്ങ് മാത്രമാണ്. ഇത് കേരളത്തിന്റെ വലിയ നേട്ടമാണ്. മഹാമാരിയെ നേരിടാൻ കേരളം സ്വീകരിച്ച മുൻകരുതലും ജാഗ്രതയുമാണ് ഈ നേട്ടത്തിന്റെ അടിസ്ഥാനം. CAG റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? കോവിഡിന് മുമ്പ് കേരള സർക്കാർ PPE കിറ്റിന് 545 രൂപയാണ് നിശ്ചയിച്ചതെന്നും ഈ വിലയേക്കാൾ ഉയർന്ന് 800 രൂപ മുതൽ 1550 രൂപ വരെയുള്ള നിരക്കിൽ 2.56 ലക്ഷം കിറ്റുകൾ വാങ്ങിയെന്നുമാണ് CAG പറയുന്നത്. ഇതുമൂലം സർക്കാരിന് 10.23 കോടി രൂപയുടെ നഷ്ടമുണ്ടായത്രേ. ഇത് വലിയ അഴിമതിയായിട്ടാണ് പ്രതിപക്ഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CAG കോവിഡിന് മുൻപുള്ള മാർക്കറ്റ് വിലയല്ല, കോവിഡ് കാലത്തെ മാർക്കറ്റ് വിലയായിരുന്നു താരതമ്യം ചെയ്യേണ്ടത്. എന്ത് ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് CAGക്ക് മാത്രമേ അറിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായി കോവിഡ് പ്രതിരോധം കൈക്കൊണ്ട, ഓരോ ജീവനും വില നൽകിയ സർക്കാരിനെതിരെ കള്ളക്കണക്കുകൾ വെച്ച് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള BJP കളിക്കുന്ന അടവും മാത്രമാണ് ഈ CAG റിപ്പോർട്ടും. ലോകം കണ്ട അസാധാരണ സാഹചര്യത്തിൽ ഡോക്ടർ മുതൽ സ്വീപ്പർ വരെയുള്ളവർ ജീവൻ വെച്ച് പന്താടാതിരിക്കാൻ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടിയെയാണ് ഇപ്പോഴും വിവാദമാക്കാൻ നോക്കുന്നത്. സർക്കാരിനെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ചർച്ച ചെയ്യാൻ ഒരു വിഷയം വേണം. പറഞ്ഞും കേട്ടും തഴമ്പിച്ച PPE കിറ്റ് വിവാദം പൊടി തട്ടിയെടുത്തതിന് പിന്നിലും അതുമാത്രമാണ് കാരണമെന്ന് കോവിഡ് കാലം തരണം ചെയ്ത ഓരോ മലയാളിക്കും മനസ്സിലാകും.